ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അൻസാർ എസ് കൂടെ ചേരുന്നുണ്ട്. സ്പോർട്സ് ജേർണലിസ്റ്റാണ്. സർ നമസ്കാരം. ഇപ്പോൾ ആരാധകരുടെ ഒരു കാത്തിരിപ്പിന് വിരാമമിട്ടാണ് സഞ്ജു സാംസൺ താരക്കൈമാറ്റത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയൊരു താരക്കൈമാറ്റം തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു താരക്കൈമാറ്റത്തിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത്? ഈ ഒരു 2026 IPL നമ്മൾ എങ്ങനെ പ്രതീക്ഷിക്കാം? 2025 IPL സീസണിനൊടുവിൽ തന്നെ സഞ്ജു സാംസൺ കൃത്യമായിട്ട് രാജസ്ഥാൻ റോയൽസിനോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് ഈ ടീമിൽ ഇനി കളിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഒരു പുതിയൊരു ടീമിലേക്ക് മാറാൻ തന്നെ അനുവദിക്കണമെന്ന് 2025 IPL തന്നെ 2025 IPL സമയത്ത് തന്നെ പറഞ്ഞിരുന്നു സഞ്ജു സാംസൺ. അദ്ദേഹത്തിന്റെ ആവശ്യം ഉയരാൻ കാരണം 2025 സീസണിന് ഇടയിൽ നടന്ന ചില സംഭവങ്ങളാണ് രാജസ്ഥാൻ റോയൽസ് ടീമിനുള്ളിൽ. നമുക്കറിയാം, ആ സീസണിന്റെ തുടക്കത്തിൽ സഞ്ജുവിന് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സഞ്ജുവിന് ഇഞ്ചുറി ആയിരുന്നു. സഞ്ജു ഇഞ്ചുറി ഉള്ള സമയത്ത് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് റയാൻ പരാഗിനെ, ആസാംകാരനായ റയാൻ പരാഗിനെ ടീം മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചു. അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ ഇപ്പോഴത്തെ ടീം മാനേജ്മെന്റ് തലപ്പത്തിരിക്കുന്ന CEO ആയിരിക്കുന്നയാൾ ആസാം ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് വന്നയാളും ആസാമിൽ നിന്ന്, അതായത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരു കളിക്കാരനെ പ്രൊജക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ടീമിന് അവിടെ ഒരു ബേസ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തന്ത്രപരമായ നിലപാടിന്റെ ഭാഗമായിട്ടായിരുന്നു റയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കിയത്. അതുപോലെ തന്നെ ആ സീസണിന് മുമ്പ് തന്നെ ജോസ് ബട്ട്ലറെ വിറ്റുകളയാൻ രാജസ്ഥാൻ റോയൽസ് ഒരു തീരുമാനമെടുത്തിരുന്നു. ആ ഒരു തീരുമാനത്തെ സഞ്ജു സാംസൺ ക്യാപ്റ്റനിലേക്ക്, ആ ഒരു തീരുമാനത്തിലേക്ക് പോകരുതെന്ന് ആവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ടീമിന്റെ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡ് ഉൾപ്പെടെയുള്ളവർ ബട്ട്ലറേക്കാൾ കൂടുതൽ രീതിയിൽ വൈഭവിനെ കൊണ്ടുവരാൻ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് ബട്ട്ലറെ വിട്ടുകളയുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിൽ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിൽ തുടരാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കി. സീസൺ ഒടുവിൽ തന്നെ എന്നെ ഈ സീസണിൽ ഒന്ന് റിലീസ് ചെയ്യൂ എന്ന് പറഞ്ഞു. കാരണം റിലീസ് ചെയ്ത് മറ്റൊരു ടീമിനോടൊപ്പം അടുത്ത സീസണിന് മുമ്പ് സെറ്റായി വരാൻ വേണ്ടിയിട്ട്, അപ്പോൾ തന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിനെ വാങ്ങാൻ വേണ്ടിയിട്ട്, സഞ്ജുവിനെ സ്വന്തമാക്കാൻ മറ്റു പല ടീമുകളും, ഈവൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, മുംബൈ ഇന്ത്യൻസ്, ഏത് ടീം കിട്ടിയാലും, അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി, സഞ്ജുവിന്റെ പഴയ ടീമുകളിൽ ഒന്നായ ഡൽഹി, കൊൽക്കത്ത, ഈ ടീമുകളുടെ എല്ലാം ആളുകൾ സഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. സഞ്ജുവിന് എന്തെങ്കിലും താല്പര്യമുണ്ടോ ഞങ്ങളിലേക്ക് വരാനെന്നുള്ള രീതിയിലേക്ക് സഞ്ജുവിലേക്ക് വരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ഒരു ഹോട്ട് ബൈ ആണ്. സഞ്ജുവിനെ ഈ താര കൈമാറ്റത്തിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലബിന് ആ പൈസ ക്ലബിനാണ് കിട്ടുക. ഇപ്പൊ സഞ്ജുവിനെ കഴിഞ്ഞ സീസണിൽ 18 കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരുന്നത്. ഇപ്പൊ ഈ 18 കോടി രൂപയ്ക്ക് സഞ്ജുവിനെ വേറൊരു ക്ലബിലേക്ക് കൈമാറാൻ രാജസ്ഥാൻ റോയൽസിന് കഴിയും. അതേസമയം സഞ്ജുവിനെ ഫ്രീ ആക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ അവരുടെ ലേല തുകയിലേക്കേ പോകത്തുള്ളൂ. ആ ലേല തുകയിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള താരത്തെ അവർ ലേലത്തിൽ വിളിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വിളിക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് രവീന്ദ്ര ജഡേജ ചിലപ്പോൾ 18 കോടിക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് ക്ലബിനും സഞ്ജുവിനും ലാഭം ഈ പറയുന്ന രീതിയിലേക്കാണ്. ലേലത്തിലേക്ക് പോകുമ്പോൾ സഞ്ജുവിന് കുറച്ചുകൂടി തുക കൂടുതൽ കിട്ടിയേക്കാം. പക്ഷേ സഞ്ജുവിന് അപ്പോഴേക്കും വരുന്ന പ്രശ്നം പുതിയൊരു ടീമിലേക്ക് ചെന്ന് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ ഋഷഭ് പന്തിന്റെ കാര്യം കണ്ടാണ്. 27.5 കോടി രൂപയ്ക്കാണ് ഋഷഭ് പന്ത് പുതിയ ടീമിലേക്ക് എത്തിയത്. പക്ഷേ ഋഷഭിന് അതൊരു ഒരിക്കലും ആ ടീമോട്ട് സെറ്റ് ആവാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത്രയും വലിയൊരു തുകയ്ക്ക് ചെന്ന് കയറുമ്പോൾ ഉള്ള പ്രഷർ വേറെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ കണ്ടതുമാണ്. അപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ആ കഴിഞ്ഞ സീസൺ ഒടുവിൽ തന്നെ ഒരു ടീം മാറാൻ സഞ്ജു മാനസികമായിട്ട് തയ്യാറെടുത്തിരുന്നു. അത് രാജസ്ഥാൻ മാനേജ്മെന്റിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അവർ അപ്പോൾ ഇല്ല, ഞങ്ങൾ വിടില്ല, സഞ്ജുവിനെ ഞങ്ങൾ വിടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് തീരുമാനമെടുത്തത്. പക്ഷേ ഈ പുതിയ സീസണിലേക്ക് ചർച്ചകൾ മുറുകുമ്പോൾ ടീമുമായിട്ട് മാനസികമായിട്ട് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് താനെന്ന് സഞ്ജു കൃത്യമായിട്ട് രാജസ്ഥാനെ ബോധിപ്പിക്കുന്നു. അവസാനം അവർക്ക് വേറൊരു വഴിയുമില്ലാതെ രാജസ്ഥാൻ റോയൽസിന് അപ്പോൾ പിന്നെ സഞ്ജുവിന് പകരം കിട്ടുന്ന ഏറ്റവും മികച്ച 2 പേരെ അവരെടുക്കണം. അപ്പം അവർക്കൊരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ വേണം, അതുപോലെ തന്നെ ഒരു ഓൾറൗണ്ടർ വേണം. അപ്പോൾ 2 ഓൾറൗണ്ടർമാർ ചെന്നൈയിൽ നിന്ന് അവർക്ക് വാങ്ങാൻ സാധിച്ചു. അതിനകത്ത് സാംകറനും രവീന്ദ്ര ജഡേജയുമാണ്. സാംകറൻ ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറാണ്. രവീന്ദ്ര ജഡേജ ഒരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറാണ്. രവീന്ദ്ര ജഡേജയ്ക്ക് രാജസ്ഥാന്റെ ക്യാപ്റ്റൻസി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്ന രീതിയിലേക്ക് രവീന്ദ്ര ജഡേജ ഉയർന്നു വരാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. കാരണം റയാൻ പരാഗ് ഇപ്പോഴും അവിടെയുണ്ട്. അവർക്ക് റയാൻ പരാഗിനോട് ഒരു സോഫ്റ്റ് കോർണർ ആ ടീമിനുള്ളത് കൊണ്ടും സ്വാഭാവികമായിട്ടും റയാൻ പരാഗിന്റെ ഒരു സ്ഥാനാരോഹണത്തിന് രവീന്ദ്ര ജഡേജയുടെ ഒരു പിന്തുണയായിരിക്കും രാജസ്ഥാൻ റോയൽസ് ഇക്കാര്യത്തിൽ ആഗ്രഹിക്കുക എന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, സഞ്ജു സാംസൺ എന്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് വിടുന്നു എന്നുള്ളൊരു ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു ഓപ്പണിംഗ് റോൾ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻസി, അങ്ങനെ നമുക്ക് 2 ഘടകങ്ങളായിട്ട് ഇതിനെ തരംതിരിക്കാൻ പറ്റുമോ?
ഓപ്പണിംഗ് റോൾ കിട്ടുമോ കിട്ടൂല എന്നുള്ളത് വലിയ പ്രസക്തമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനായി രാജസ്ഥാൻ റോയൽസിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോട് കൂടി സഞ്ജുവിന് കഴിയുമെങ്കിൽ സഞ്ജുവിന് ഓപ്പണറായിട്ടോ 11-ാമനായിട്ടോ ബാറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബാറ്റിംഗ് റോള് ഒരു വിഷയമേ അല്ല. ഫസ്റ്റ് ഡൗൺ ആവാം, ബാറ്റർ ഓപ്പണിംഗ് ആവാം, ക്യാപ്റ്റനായിട്ടിരിക്കുന്ന ഒരാൾക്ക് ആ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും. പക്ഷെ ആ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം സഞ്ജുവിന് കഴിഞ്ഞ സീസണിൽ പലപ്പോഴും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിന് കാരണമായി വന്ന ഒരു കാര്യം തന്നെ. ബാറ്റിംഗ് പൊസിഷനിൽ അല്ല, മറിച്ച് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് പല തീരുമാനങ്ങളെയും രാജസ്ഥാൻ റോയൽസ് അംഗീകരിച്ചില്ല. അവരുടെ മാനേജ്മെന്റ് റയാൻ പരാഗിനെ പോലുള്ളവരെ ഫേവർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ആണ്. അത് ഒരുപക്ഷെ രാജസ്ഥാൻ റോയൽസിന്റെ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ ഭാഗത്തു നിന്നും സഞ്ജുവിന് കഴിഞ്ഞ സീസണിൽ അത്ര ഒരു പിന്തുണ കിട്ടിയിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. സഞ്ജുവിനുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റൺ സ്കോർ ചെയ്യുന്നില്ലല്ലോ താരം. അപ്പോൾ വീണ്ടും ചെന്നൈയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ടീമിൽ ഇപ്പം ഇത്ര 18 കോടിയൊക്കെ എടുത്ത് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അത് ടീം സ്പിരിറ്റിനെയും ബാധിക്കുന്ന ഒരു ഘടകമായി മാറുമോ? ഇല്ല, ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ അവിടെ സഞ്ജുവിനെ നിർത്തുന്നത് കാണുന്നത് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എക്കാലത്തെയും ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമി എന്ന നിലയ്ക്ക് വിക്കറ്റ് കീപ്പിംഗിലും ക്യാപ്റ്റൻസിയിലും ഒരു പിൻഗാമി എന്ന നിലയ്ക്കാണ് കാണുന്നത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു സീസൺ കൂടി ഇപ്പൊ 45 വയസ്സാവുന്നു ധോണിക്ക്. ഈ വരുന്ന അടുത്ത ജൂലൈ 7-ാം തീയതി ധോണി 45 വയസ്സ് പിന്നിടും. അപ്പൊ ആ 45 വയസ്സ് കഴിഞ്ഞ ഒരു താരത്തെ കൂടുതൽ കായികക്ഷമതയോടുകൂടി 2020-ൽ ഒരു സീസൺ മുഴുവൻ കളിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ 2022 മുതൽ ധോണി ഇപ്പൊ ഓരോ സീസണിലും റിട്ടയർ ചെയ്യാൻ ആലോചിക്കുമ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീമിനോടുള്ള ആ ഒരു ബന്ധം കൊണ്ട് മാത്രം ആ ധോണിയുടെ ഒരു സാന്നിധ്യം ചെന്നൈ ടീമിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അവരുടെ ആരാധകരുടെ മാനസികമായിട്ട് ഇപ്പോൾ 1, 2, 3 കളികൾ തോറ്റാൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ പുറകോട്ട് പോയാൽ ഒക്കെ ധോണിയുടെ ഒരു സാന്നിധ്യം ആ ടീമിന് ഒരു ഉണർവ് പകരും. ആ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ് ധോണി ഇപ്പോഴും ചെന്നൈക്കൊപ്പം കളിക്കുന്നത്. അപ്പൊ ആ ഒരു അതിന് പകരം വെക്കാൻ കഴിയുന്ന ഒരു ലെവലിലുള്ള ഒരു കളിക്കാരൻ എന്ന് പറയുമ്പോൾ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിന് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനും അവസരങ്ങൾ കളിക്കാനും കഴിഞ്ഞാൽ 10 മത്സരങ്ങളിൽ സഞ്ജു 3-4 മത്സരങ്ങളിൽ ഫോം ഔട്ട് ആയിരിക്കാം. പക്ഷേ ഇന്ത്യൻ ടീമിൽ പതിവായിട്ട് 2015 തൊട്ട് കണ്ടുകൊണ്ടിരുന്നത് സഞ്ജുവിന് 1, 2, 3 അവസരം കൊടുക്കുന്നു. ഈ അവസരങ്ങളിൽ 1, 2 തവണ പരാജയപ്പെടുന്നു, സഞ്ജുവിനെ മാറ്റുന്നു, വീണ്ടും അവസരം കൊടുക്കുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, ഒരു മത്സരത്തിൽ അടുത്ത മത്സരത്തിൽ പോകുമ്പോൾ വീണ്ടും മാറ്റുന്നു. പക്ഷെ ചെന്നൈയെ പോലെ ഒരു ടീമിലേക്ക് വരുമ്പോൾ അങ്ങനെ പെട്ടെന്ന് സഞ്ജുവിനെ പരീക്ഷിക്കേണ്ട ഒരു കാര്യമൊന്നും അവർക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല വൈവിധ്യമുള്ള ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അവർക്ക് കൃത്യമായ കളിക്കാരുണ്ട്. അവർക്ക് ഒരു കളിക്കാരൻ ഫോമിലല്ല, അല്ലെങ്കിൽ ഒരു കളിക്കാരൻ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ ഒരിക്കലും അവർക്കൊരു ടീമിനെ മൊത്തത്തിൽ അഴിച്ചുമാറ്റി പണിയേണ്ട ഒരു അവസ്ഥയൊന്നും വരുന്നില്ല. കാരണം IPL സംബന്ധിച്ച കാര്യമാണ്. എന്നാലും ഒരു സംശയമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം രവീന്ദ്ര ജഡേജയെ പോലെ ഒരു മാച്ച് വിന്നർ ഓൾറൗണ്ടറെ മാറ്റി നിർത്തുമ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു ചെന്നൈ മറികടക്കാൻ പോകുന്നത്? മാത്രമല്ല ഈ ട്രേഡിൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷിക്കുന്നത് റോയൽസ് ആയിരിക്കില്ലേ? എന്ന് പറയാൻ കഴിയില്ല. സന്തോഷിക്കുന്നത് റോയൽസ് അല്ല, ആശ്വസിക്കുന്നത് റോയൽസ് ആയിരിക്കാം. റോയൽസിന് അങ്ങനെ ഒരു സന്തോഷം എന്ന് പറയാൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമേ ആവുന്നുള്ളൂ ഇത്. രവീന്ദ്ര ജഡേജ എല്ലാ IPL സീസണിലും ഗംഭീര പെർഫോമൻസ് ഒന്നും അല്ല. രവീന്ദ്ര ജഡേജ നമ്മൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ കരിയർ ഗ്രാഫ് എടുത്തു നോക്കുക. രവീന്ദ്ര ജഡേജ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ടെസ്റ്റിലാണ്. 2020-ലേക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഇന്ത്യൻ 2020 ടീമിൽ നിന്ന് തന്നെ വിരമിച്ചു കഴിഞ്ഞു. അപ്പൊ 2020 ഫോർമാറ്റിൽ അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്നത് പോലും ഇല്ല. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ടെസ്റ്റിലാണ് അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അദ്ദേഹത്തിന് 35 വയസ്സായി. 35 വയസ്സായ ഒരു മാച്ച് വിന്നിംഗ് ഓൾറൗണ്ടറേക്കാൾ ഇന്നലെ 31 വയസ്സ് തികഞ്ഞ സഞ്ജു സാംസണെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് എപ്പോഴും നല്ലത്. കാരണം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ഒരു ഫാൻ ബേസ് ഉള്ള കളിക്കാരൻ കൂടിയാണ്. നമ്മളിപ്പം IPL എന്നുപോലുള്ള ക്രിക്കറ്റിന്റെ കച്ചവട രൂപമാണ്. കച്ചവട ക്രിക്കറ്റിൽ എപ്പോഴും മാർക്കറ്റിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു മാർക്കറ്റ് സഞ്ജുവിനുള്ളിടത്തോളം മാർക്കറ്റ് രവീന്ദ്ര ജഡേജയ്ക്ക് ഇല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാം. വളരെയധികം നന്ദി ശ്രീ അൻസാരി അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.